നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ എന്താ നമ്മുടെ അന്നത്തെ ശമ്പളം പോകുമല്ലോ. എന്താ പോലെയാണ് യൂട്യൂബിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഒരു മെഷീനറി സിസ്റ്റമാണ്. യൂട്യൂബിന്റെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും യൂട്യൂബുമായിട്ടും സ്റ്റേ കണക്റ്റഡ് ആയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട്, അതായത് നിങ്ങൾ വിത്തിൻ 1 മന്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവും. നിങ്ങളുടെ ഈ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ നിങ്ങൾ 1 മന്ത് കൊണ്ട്, കൂടിപ്പോയാൽ 2 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഷിഗാസ് വേൾഡ് മലയാളം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മളൊരു ഗാർഡനിങ് കണ്ടന്റ് അല്ല കേട്ടോ. മറിച്ച് നമ്മൾ യൂട്യൂബിൽ കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞോട്ടെ, യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും യൂട്യൂബിൽ ഇപ്പോൾ നിലനിന്ന് പോകുന്നവർക്കും വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക വീഡിയോ ആണ്. അപ്പോൾ ഫുള്ളായിട്ട് നമ്മൾ യൂട്യൂബിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സിന് ഉപകാരപ്രദമാവുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യാനും മടിയണിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ ഇന്നത്തെ ഒരു കാര്യം ഡിസ്കസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് യൂട്യൂബിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 6 വർഷമൊക്കെ ആയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് 6 വർഷമായി. ഇപ്പോൾ ശിഖമോള് ജനിച്ചതിൻ്റെ ഏപ്രിലാണ് ജനിച്ചത്. ഞാൻ മെയ് മാസമാണ് ആദ്യമായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിലൊരു വിചാരം അല്ലെങ്കിൽ നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക, നമുക്ക് സ്വയമായിട്ട് ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കും. അപ്പം അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഈ യൂട്യൂബിനെ സംബന്ധിച്ചിടത്തോളം ഒരു 3 വർഷമൊന്നും നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ മോളുടെ വളർച്ചയും മോളുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബിസി ആയിപ്പോയി. അപ്പോൾ കണ്ടിന്യൂസ്ലി നമുക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് അതാണ്, നിങ്ങൾ പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ തുടങ്ങിയിട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കിതിൽ വർക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം, അതായത് നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ജോലിക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഒരു ദിവസം ലീവ് എടുക്കണമെങ്കിൽ എന്താ നമ്മുടെ അന്നത്തെ ശമ്പളം പോകുമല്ലോ. എന്താ പോലെയാണ് യൂട്യൂബിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഒരു മെഷീനറി സിസ്റ്റമാണ്. യൂട്യൂബ് എന്ന് പറയുന്നത് തന്നെ ഒരു മെഷീനറി സിസ്റ്റമാണ്. ഇതിൽ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരതയോടെ നമ്മൾ വീഡിയോസ് ഇടുമ്പോൾ യൂട്യൂബ് വിചാരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾ യൂട്യൂബിന് കറക്റ്റായിട്ട് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബ് അതുപോലെ തന്നെ നിങ്ങളെ വിശ്വസിക്കുക. അതായത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ യൂട്യൂബ് തയ്യാറാക്കും. അപ്പം നമ്മൾ ഒരു ഗ്യാപ്പ് എടുത്തു, 1 മാസം വീഡിയോസ് ഇട്ടു, പിന്നെ അങ്ങോട്ട് 2-3 മാസത്തേക്ക് വീഡിയോ ഇട്ടില്ലെങ്കിൽ നമ്മൾ യൂട്യൂബിന് മറന്ന പോലെ യൂട്യൂബ് നമ്മളെയും മറക്കും. അതാണ് ഇതിന്റെ സത്യം എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ പാഷനാണ്, നിങ്ങൾക്ക് യൂട്യൂബ് പാഷനാണ്, നിങ്ങളെ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് ഇടും എന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ യൂട്യൂബ് എന്ന് പറയുന്നത്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ്. ആദ്യം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥിരതയാണ് കേട്ടോ. നമ്മൾ സ്ഥിരതയോടെ, നമുക്ക് സ്റ്റെബിലിറ്റി വേണം, എപ്പോഴും വീഡിയോസ് ഇടണം. നമ്മുടെ വർക്കാണിത്, നമ്മൾ വർക്കിൽ എന്തോരം സിൻസിയറിറ്റി കാണിക്കും. അപ്പോൾ നമ്മൾ പുറത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ 9 to 5 o'clock എന്ന് പറയുന്നത്, ആ സമയത്ത് നമ്മൾക്കുള്ള പ്രഷർ, നമുക്കുള്ള ടെൻഷൻ അതൊന്നും ഇവിടെ ഇല്ല. നമുക്ക് പറ്റുന്ന സമയത്ത് വീഡിയോ എടുക്കാം, നമുക്ക് പറ്റുന്ന സമയത്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്തു പോകും. അപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ മക്കളെ ഉറക്കിയിട്ട് ആ സമയത്ത് വീഡിയോ എടുക്കും. പിന്നെ മക്കൾ എണീക്കുന്ന സമയത്ത് ചിലപ്പോൾ അവരെ പുറകിലൊക്കെ ഓടിയിട്ടായിരുന്നു നമുക്ക് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്യാം, അങ്ങനെ പല. പക്ഷെ ഇത് നമ്മുടെ പാഷൻ ആണെങ്കിൽ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ പാഷൻ അല്ലാതെ ഇതിലോട്ട് വരുന്നവർക്ക് ഇതിൽ പിടിച്ചു നിൽക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ഇത് പാഷൻ ആണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഈ ഒരു പ്ലാറ്റ്ഫോം വിട്ടു പോകരുത്. കാരണം അത്രയ്ക്കും നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും 100% വിശ്വസിക്കാൻ പറ്റിയ, ഞാൻ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ അവർ ഏതൊരു പ്ലാറ്റ്ഫോമിനേക്കാളും നിങ്ങൾക്ക് 100% വിശ്വസിക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ യൂട്യൂബ് എന്ന് പറയുന്നത്. ഇതിൻ്റെ എല്ലാ പോളിസീസും നമുക്ക് പറ്റുന്ന രീതിക്ക്, അല്ലെങ്കിൽ സാധാരണ ആൾക്കാർക്കും മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന രീതിക്കാണ് ഇതിൻ്റെ എല്ലാ പോളിസീസും ഉള്ളത്, വരുമാനം കിട്ടുന്നതും. അപ്പോൾ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ കണ്ടിന്യൂസ് ആയി വീഡിയോസ് ഇടാം. സെക്കൻഡ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ നമ്മൾ യൂട്യൂബുമായിട്ട് കണക്ട് ആയിരിക്കുക. അതിപ്പോൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഡെയിലി ഒരു ഷോർട്സിലൂടെ നിങ്ങൾ ആഴ്ചയിൽ ദിവസം 7 ദിവസം വീഡിയോസ് ഇടണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കുറഞ്ഞത് 3 വീഡിയോസ് ഇടുക, അല്ലെങ്കിൽ അതിൽ കുറഞ്ഞതാണെങ്കിൽ പറ്റുന്നില്ല. നമുക്ക് പലരും വീട്ടമ്മമാരായിരിക്കും, പല പ്രോബ്ലംസ്, അല്ലെങ്കിൽ നമ്മൾ വേറെ ജോലിക്ക് പോകുന്നുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ കുറഞ്ഞത് ഒരു 2 വീഡിയോസെങ്കിലും ഇടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഡെയിലി ഷോർട്സ് ഇടുക.
ഉറപ്പായിട്ടും നിങ്ങളുടെ കണ്ടന്റ് ബേസ് എന്താണോ ആ ബേസിൽ ഒരു ഷോർട്സ് ഇടാൻ വേണ്ടിയിട്ട് നിർബന്ധമാണ്. അങ്ങനെ ഷോർട്സ് ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ മാറ്റം നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും കേട്ടോ. അത് ഞാൻ പറഞ്ഞറിയിക്കുന്നില്ല, നിങ്ങൾക്ക് അതിന്റെ മാറ്റം കണ്ടറിയാൻ പറ്റും. നിങ്ങൾ എപ്പോഴും സ്റ്റേ കണക്റ്റഡ് ആയിട്ടിരിക്കുക, നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സുമായിട്ടും യൂട്യൂബുമായിട്ടും സ്റ്റേ കണക്റ്റഡ് ആയിരിക്കുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അതിന്റെ റിസൾട്ട്, അതായത് നിങ്ങൾ വിത്തിൻ 1 മന്ത് നിങ്ങളുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവും. നിങ്ങളുടെ ഈ ക്രൈറ്റീരിയ 1000 സബ്സ്ക്രൈബേഴ്സ് എന്നുള്ള ക്രൈറ്റീരിയ നിങ്ങൾ 1 മന്ത് കൊണ്ട്, അല്ലെങ്കിൽ കൂടിപ്പോയാൽ 2 മന്ത് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ ഒരു സക്സസ്ഫുൾ ജേർണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, വീഡിയോ ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യണം കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.